Hello, my dear children. How are you? All are fine? Do you remember what we have learned in our last class? Yes, the formation of soil and different types of soil, the composition of soil. How the soil is formed? By breaking down of stones and rocks. അല്ലേ, പാറകളൊക്കെ പൊടിഞ്ഞിട്ടാണ് മണലുണ്ടായതെന്ന് നമ്മൾ കണ്ടു. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ പഠിച്ചു. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ? അലൂവിയൽ സോയിൽ, സാൻഡ്, റെഡ് സോയിൽ, ക്ലേ, ബ്ലാക്ക് സോയിൽ എക്സെട്ര. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? കോമ്പോസിഷൻ ഓഫ് ദി സോയിൽ. വാട്ട് ആർ ദ തിങ്സ് വി ക്യാൻ സീൻ ഇൻ ദി സോയിൽ. എന്തൊക്കെ തിങ്സ് ആയിരുന്നു, എന്തൊക്കെ സാധനങ്ങളായിരുന്നു മണ്ണിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? അതായിരുന്നു നമ്മുടെ കോമ്പോസിഷൻ ഓഫ് സോയിൽ നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഡ്രൈ ക്രംബിൾഡ് ലീവ്സ്, ക്രംബിൾഡ് ട്വിഗ്സ്, ടൈനി ക്രിയേച്ചേഴ്സ്, പീസസ് ഓഫ് പേപ്പർ. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് മണ്ണിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു സോയിൽ ആൻഡ് വാട്ടർ. സോയിൽ ആൻഡ് വാട്ടർ, മണ്ണും വെള്ളവും അല്ലേ? മണ്ണും വെള്ളം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മണ്ണിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഉണ്ണിക്കുട്ടൻ ചെടിക്കൊഴിച്ച വെള്ളം മുഴുവൻ ആരെടുത്തു? മണ്ണിലെടുത്തു അല്ലേ? മണ്ണിൽ അബ്സോർബ് ചെയ്തു. മണ്ണ് അബ്സോർബ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അബ്സോർബ് ചെയ്തത്? സൺലൈറ്റ് തട്ടിയിട്ട് ഡ്രൈ ആയതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മുഴുവൻ മണ്ണ് അബ്സോർബ് ചെയ്തു. അബ്സോർബ് ചെയ്യുന്ന മണ്ണിൽ നമ്മളിപ്പോൾ പല തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഓരോ ടൈപ്പ് സോയിലും വെള്ളം അബ്സോർബ് ചെയ്യുന്ന കപ്പാസിറ്റി ഒരുപോലെയാണോ? മണലിലെ വെള്ളത്തിൻ്റെ അളവ് എല്ലാ ടൈപ്പ് സോയിലും ഒരുപോലെയായിരുന്നോ? സെയിം ക്വാണ്ടിറ്റി ആയിരുന്നോ? അല്ല അല്ലേ? അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അതിന് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിയും കൂടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കും അതുപോലെ ചെയ്ത് നോക്കാം. ഓക്കെ, നൗ കളക്ട് മഡി സോയിൽ ഫ്രം എ ഫീൽഡ്, റെഡ് സോയിൽ ആൻഡ് സാൻഡി സോയിൽ. യു മസ്റ്റ് കളക്ട് ഓൺലി ഡ്രൈ സോയിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? 3 ടൈപ്പ് മണൽ നമ്മൾ കളക്ട് ചെയ്യണം. ഏതൊക്കെയാണ്? സോയിൽ, മഡി സോയിൽ ഫ്രം എ ഫീൽഡ്, ഒരു ഫീൽഡിൽ നിന്നും നമ്മൾ മഡി സോയിൽ എടുക്കണം. പിന്നെ റെഡ് സോയിൽ വേണം, ദെൻ സാൻഡി സോയിൽ വേണം, മണൽ വേണം. ഇങ്ങനെ 3 ടൈപ്പ് മണ്ണ് നമ്മൾ എടുത്തു. 3 എങ്ങനെയുള്ളതായിരിക്കണം? ഡ്രൈ ആയിരിക്കണം. കാരണം നമ്മൾ വാട്ടറിൻ്റെ അബ്സോർബിങ് കപ്പാസിറ്റിയാണ് നോക്കുന്നത് അല്ലേ? വാട്ടറിൻ്റെ അബ്സോർബിങ് കപ്പാസിറ്റി നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന മണ്ണ് ഡ്രൈ സോയിലായിരിക്കണം. ടേക്ക് 3 കോക്കനട്ട് ഷെൽസ് ആൻഡ് പുട്ട് ഹോൾസ് ഇൻ ദം. 3 ടൈപ്പ് മണ്ണെടുത്തു. അപ്പോൾ ഈ 3 ടൈപ്പ് മണലുകൾ നമ്മൾ എടുക്കാൻ വേണ്ടി 3 കോക്കനട്ട് ഷെൽസ്, ചിരട്ടകൾ വേണം. ടേക്ക് 3 കോക്കനട്ട് ഷെൽസ് ആൻഡ് പുട്ട് ഹോൾസ് ഇൻ ദം. 3 ചിരട്ടകൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം? ഹോൾസ് ഇട്ട് കൊടുക്കണം. കീപ് കോട്ടൺ ഓർ ക്ലോത്ത് ഇൻ ദ ഹോൾസ് ഓഫ് ദ കോക്കനട്ട് ഷെൽ. ഈ കോക്കനട്ട് ഷെല്ലിന് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്ത് അതിൽ നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ താഴോട്ട് പോകും അല്ലേ? അപ്പോൾ പെട്ടെന്ന് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഹോൾസിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു കോട്ടണോ വെച്ച് കൊടുക്കണം. ക്ലോത്ത് അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ച് കൊടുക്കണം. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഫിൽ ദ 3 കോക്കനട്ട് ഷെൽ വിത്ത് ദ സോയിൽ കളക്റ്റഡ്. 3 കോക്കനട്ട് ഷെല്ലിലും നമ്മൾ 3 ടൈപ്പ് സോയിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. സീ ദാറ്റ് ദ സോയിൽ ഈസ് ടേക്കൺ ഇൻ ഈക്വൽ ക്വാണ്ടിറ്റീസ്. നമ്മളെടുത്ത മണ്ണിൻ്റെ അളവ് ഈക്വൽ ആയിരിക്കണം. ഒരേ അളവിലുള്ള മണലായിരിക്കണം നമ്മൾ 3 ചിരട്ടകളിൽ നിറയ്ക്കേണ്ടത്. നൗ പ്ലേസ് 3 കോക്കനട്ട് ഷെൽസ് ഓൺ എ ഗ്ലാസ് ടംബ്ലർ ഈച്ച്. ഈ 3 കോക്കനട്ട് ഷെല്ലുകളും നമ്മൾ ചിത്രത്തിൽ കാണിച്ച പോലെ തന്നെ 3 ഗ്ലാസ്സുകൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കുക. ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് വെക്കുക. പോർ വാട്ടർ ഇൻ സെയിം ക്വാണ്ടിറ്റി ഇൻ ഈച്ച് ഓഫ് ദ ഷെൽ. ഇനി 3 പാത്രത്തിലേക്ക് 3 കോക്കനട്ട് ഷെല്ലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരേ അളവിൽ തന്നെ നമ്മൾ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഒബ്സർവ് ഫോർ സം ടൈംസ്, നോട്ടീസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കളക്റ്റഡ് ഇൻ ദ ഗ്ലാസ്, ഇറ്റ് ഈസ് ദ സെയിം. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ആ മണൽ നനഞ്ഞ് പതുക്കെ താഴോട്ട് ഇറങ്ങി വന്ന് ഗ്ലാസ്സിലേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എന്താ അവിടെ ഒബ്സർവ് ചെയ്യേണ്ടത്? താഴോട്ട് എത്തിയ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി. നമ്മൾ എല്ലാ പാത്രത്തിലും എല്ലാ കോക്കനട്ട് ഷെല്ലിലും ഒരേ അളവിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? വെള്ളം ഒഴിച്ചു കൊടുത്തത്. പക്ഷേ നമ്മുടെ താഴെയുള്ള ഗ്ലാസ്സിലേക്ക് എത്തിയ വെള്ളം
അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ നോക്കിയേ, പിക്ചറിൽ നോക്കുക, എല്ലാ ഗ്ലാസ്സിലും ഒരേ അളവിലാണോ? അല്ല. നോട്ടീസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കളക്റ്റഡ് ഇൻ ദ ഗ്ലാസ്. ഈസ് ഇറ്റ് ദ സെയിം? നോ. വിച്ച് ഓഫ് ദ സോയിൽ ഇൻ ദ കോക്കനട്ട് ഷെൽ അബ്സോർബ്ഡ് മോർ വാട്ടർ. ഇതിൽ ഏത് സോയിലായിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്തത്? ഗ്ലാസ്സിൽ വളരെ കുറവ് വെള്ളമുള്ള ആ മണ്ണായിരിക്കും കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്തത്, അല്ലേ? മണൽ കുറേ വെള്ളം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വരുന്ന എക്സസ് ആയ വെള്ളം വാട്ടർ മാത്രമാണ് താഴെയുള്ള ഗ്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഗ്ലാസ്സിലെത്തുന്ന വെള്ളം കുറവായിരിക്കും. ആ സോയിലാണ് ഏറ്റവും കൂടുതലായിട്ട് അബ്സോർബ് ചെയ്തത്. അബ്സോർബിങ് കപ്പാസിറ്റി വളരെ കുറവുള്ള ലെസ്സുള്ള മണ്ണ് ഏതായിരിക്കും? ആ മണ്ണിൻ്റെ താഴെയുള്ള ഗ്ലാസ്സിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. കുറേ വെള്ളം താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് അബ്സോർബിങ് കപ്പാസിറ്റി കുറവായിരിക്കും. വെള്ളം താഴോട്ട് കുറച്ചേ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ മണലിന് അബ്സോർബിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. So, the capacity to absorb water is not the same for all type of the soil. എല്ലാ മണലിനും വാട്ടർ അബ്സോർബിങ് കപ്പാസിറ്റി സെയിം അല്ല എന്ന് നമുക്ക് മനസ്സിലായി, അല്ലേ? ദ കപ്പാസിറ്റി ഓഫ് സാൻഡി സോയിൽ ടു അബ്സോർബ് വാട്ടർ ഈസ് ലെസ്. സാൻഡി സോയിൽ എടുത്ത പാത്രത്തിൽ നിന്നാണ് കൂടുതൽ വെള്ളം നമുക്ക് കിട്ടിയത്. സാൻഡി സോയിൽ വെച്ചിട്ടുള്ള ഗ്ലാസ്സിലായിരുന്നു കൂടുതൽ വാട്ടർ നമുക്ക് കിട്ടിയത്. സോ ദ കപ്പാസിറ്റി ഓഫ് സാൻഡി സോയിൽ ടു അബ്സോർബ് വാട്ടർ ഈസ് ലെസ്. The capacity of red soil that contain organic matter to absorb water is great. Red soil എന്തുണ്ട്? കുറേ organic matters ഉണ്ട്. So that the absorbing capacity of red soil is greater. Absorbing capacity of the red soil, water absorbing capacity of the red soil is greater, and the water absorbing capacity of the sandy soil is less. മനസ്സിലായില്ലേ? Which of the soil in the coconut shell absorb the more water? The red soil. Red soil ആയിരുന്നു കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്തത്. The soil that is fertile and has greater capacity to absorb water is the best for cultivation. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി? സോയിൽ ദാറ്റ് ഈസ് ഫെർട്ടൈൽ ആൻഡ് ഹാസ് ഗ്രേറ്റർ കപ്പാസിറ്റി ടു അബ്സോർബ് വാട്ടർ ഈസ് ബെസ്റ്റ് ഫോർ കൾട്ടിവേഷൻ. നമ്മളുടെ സോയിലിൽ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലും വാട്ടർ അബ്സോർബിങ് കപ്പാസിറ്റി കൂടുതലായിട്ടുള്ള സോയിലും ആണ് നമുക്ക് കൾട്ടിവേഷന് ഏറ്റവും നല്ലതായിട്ടുള്ളത്. Which type of soil is best for cultivation? The soil that is fertile and has greater capacity to absorb water is best for cultivation. Next, Unikutta, come, I will show you a trick. There is air inside the soil. Teacher told me so. Air inside the soil also. അപ്പോൾ മണിക്കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, ഉണ്ണിക്കുട്ട നിനക്ക് ഞാൻ വേറൊരു ടെക്നിക്ക് കൂടെ കാണിച്ചു തരാം, വേറൊരു ട്രിക്ക് കൂടെ കാണിച്ചു തരാം. ദർ ഈസ് എയർ ഇൻസൈഡ് ദ സോയിൽ. മണ്ണിനുള്ളിൽ എന്തുണ്ട്? എയർ ഉണ്ട്. മണ്ണിനുള്ളിൽ എയർ ഉണ്ട്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക? Unnikutan was surprised. Unnikutan and Manikutti are preparing themselves for an experiment. Is there air inside the soil too? Do you also share Unnikutan's doubt? മണ്ണിൽ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി നമ്മളിപ്പോൾ പഠിച്ചു, അല്ലേ? അതുപോലെ മണ്ണിൽ ഇനി എയർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. അടുത്ത എക്സ്പെരിമെൻ്റ് ആണ് എയർ പ്രസൻറ്റ് ഇൻ ദ സോയിൽ. എയർ പ്രസൻറ്റ് ഇൻ ദ സോയിൽ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫിൽ എ ഗ്ലാസ് ഹാഫ് വിത്ത് വാട്ടർ, പുട്ട് 1 or 2 ഡ്രൈ മഡ് ബ്ലോക്സ് ഇൻ വാട്ടർ ഇൻ ടു ദി ഗ്ലാസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്ലാസിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളം എടുത്തിട്ട് അതിൽ പുട്ട് 1 or 2 ഡ്രൈ മഡ് ബ്ലോക്സ് ഇൻ ടു വാട്ടർ ഇൻ ദ ഗ്ലാസ്. നമ്മൾ വെള്ളത്തിലേക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കണം? 2-3 ചളിക്കട്ടുകൾ ഇട്ട് കൊടുക്കണം. മഡി ബ്ലോക്സ് ഇട്ട് കൊടുക്കുക. ഡ്രൈ ആയിട്ടുള്ള മഡി ബ്ലോക്സ് ഇട്ട് കൊടുക്കുക. ഡോണ്ട് യു സീ ദ ബബിൾസ് കമ്മിങ് അപ്പ്? വേർ ഡു ദീസ് ബബിൾസ് കം ഫ്രം? നിങ്ങൾ മണ്ണിൽ ആ മഡി ബ്ലോക്കിൽ നിന്നും ബബിൾസ് വരുന്നത് ശ്രദ്ധിച്ചോ? ബബിൾസ് വരുന്നത് കണ്ടോ? എവിടെ നിന്നാണ് ഈ ബബിൾസ് എല്ലാം വരുന്നത്? Air is present in mud blocks too. When the mud blocks fall into water, water percolate into it. As a result, the air in the mud block does not have space to remain there. It comes out in the form of
ബബിൾസ്. മനസ്സിലായോ? നമ്മളുടെ മഡ് ബ്ലോക്കിനകത്ത് എന്തുണ്ട്? എയർ ഉണ്ടായിരുന്നു. എയർ ഈസ് പ്രസൻറ്റ് ഇൻ ദ മഡ് ബ്ലോക്സ് ടു. വെൻ മഡ് ബ്ലോക്സ് ഫാൾ ഇൻ ടു വാട്ടർ, നമ്മൾ മഡ് ബ്ലോക്സ് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? വാട്ടർ പെർക്കുലേറ്റ്സ് ഇൻ ടു ഇറ്റ്. വെള്ളം അതിനുള്ളിലേക്ക് കയറാൻ തുടങ്ങി. വെള്ളം ഉള്ളിലേക്ക് കയറുന്നതിനാണ് പെർക്കുലേറ്റ്സ് എന്ന് പറയുക. വാട്ടർ പെർക്കുലേറ്റ്സ് ഇൻ ടു ഇറ്റ്. ആസ് എ റിസൾട്ട് എന്ത് സംഭവിച്ചു? ദ എയർ ഇൻ ദ മഡ് ബ്ലോക്സ് ഡസ് നോട്ട് ഹാവ് സ്പേസ് ടു റിമെയിൻ ദർ. വെള്ളം ഉള്ളിലേക്ക് കയറിയപ്പോൾ അതിനകത്തുണ്ടായിരുന്ന എയറിന് സ്പേസ് ഇല്ലാതായി. അപ്പോൾ ആ എയർ എന്ത് ചെയ്തു? ഇറ്റ് കംസ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് ബബിൾസ്. ആ എയർ ബബിൾസിൻ്റെ ഫോമിൽ പുറത്തോട്ട് വന്നു. ഈസ് ഇൻ യുവർ ഡൗട്ട് ക്ലിയർ നൗ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ബബിൾസ് പുറത്തേക്ക് വന്നത് എന്ന് മനസ്സിലായോ? എയറിനുള്ളിൽ, മഡിനുള്ളിൽ അല്ലെങ്കിൽ മണലിനുള്ളിൽ എയർ ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മണ്ണിനകത്ത് എയർ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് വെള്ളം ഉള്ളിലേക്ക് കടന്നപ്പോൾ അത് പുറത്തേക്ക് വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എയർ ഈസ് പ്രസൻറ്റ് ഇൻ ദി സോയിൽ. എയർ ഈസ് ഓൾസോ പ്രസൻറ്റ് ഇൻ ദി സോയിൽ. ഓക്കെ, ഇത്രയാണ് നമുക്ക് 2 എക്സ്പെരിമെൻ്റായിട്ട് സോയിൽ ഇൻ വാട്ടർ ആൻഡ് എയർ ഇൻ സോയിൽ. ഇത്രയും രണ്ടും നമ്മൾ പഠിച്ചു. വാട്ടർ അബ്സോർബിങ് കപ്പാസിറ്റി ഓഫ് സോയിലും എയർ പ്രസൻറ്റ് ഇൻ ദ സോയിലും നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് സോയിൽ ഇറോഷനെ കുറിച്ചിട്ടും ഹൗ വി പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.